നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. പാറളം പഞ്ചായത്ത് പരിധിയിലെ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് ടീമും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 മരണം. പശ്ചിമബംഗാൾ സ്വദേശികളായ റൂബൽ, രാഹുൽ, അലിം എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. പുലർച്ചെ 5:15 ചുറ്റുവിളക്ക് നടന്നു. തുടർന്ന് സംഗീതോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് തൃശൂർ രാമകൃഷ്ണ മാസ്റ്ററുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. 9 മുറജപത്തോടെ കളഭാഭിഷേകം, ശ്രീഭൂതബലി, പ്രസാദഊട്ട എന്നിവയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുണ്ടായി. പഞ്ചാരിമേളം, കൂട്ടപ്പറനിറക്കൽ എന്നിവയും നടന്നു. ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കുറുങ്കുഴലിൽ കീഴൂട്ട് നന്ദനനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി. പാറളം പഞ്ചായത്ത് പരിധിയിലെ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് ടീമും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്കും ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ പടരാനുള്ള സാഹചര്യം സൃഷ്ടിച്ച സ്ഥാപനങ്ങൾക്ക് കർശന താക്കീതും നൽകിയതിനു പുറമെ പിഴ ഈടാക്കുകയും ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 മരണം. പശ്ചിമബംഗാൾ സ്വദേശികളായ റൂബൽ, രാഹുൽ, അലിം എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. സംഭവ സമയത്ത് കെട്ടിടത്തിൽ 12 അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു. കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട 9 പേർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ രാഹുലിനും അലിമിനും റൂബലിനും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി. രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ അവ മാറ്റുക എളുപ്പമല്ലായിരുന്നു. ഒടുവിൽ 2 JCBകൾ എത്തിച്ച് നടത്തിയ തെരച്ചിലിലാണ് മൂവരെയും കണ്ടെത്തിയത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളിക്കിടയിൽ നിന്നാണ് റൂബലിനെയും രാഹുലിനെയും കണ്ടെത്തിയത്. അലീമിനെ സമീപത്തു നിന്നും കണ്ടെത്തി. മൂവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധിക്കുമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി MG റോഡ് ഉപരോധിച്ചു. MG റോഡിന് ശോചനീയാവസ്ഥയിൽ വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം.
നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ സുമേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വിഷ്ണു ചന്ദ്രൻ, CS സൂരജ്, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഡെൽജിൻ ഷാജു, ജനറൽ സെക്രട്ടറി നിഖിൽ വടക്കൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ശ്രീറാം ശ്രീധർ, PG സൗരാഗ്, അമൽ ജെയിംസ്, ലിയ സാബു, ആന്റണി, MH ഷമീർ, അരുൺ, സജീഷ് ഈച്ചറത്ത്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അമൽ ഖാൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അനീഷ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി. തൃശൂരിൽ കുഴിയിൽ നിന്ന് ബൈക്ക് വെട്ടിക്കുന്നതിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ആം ആദ്മി പ്രവർത്തകർ. മേയർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി തട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ KY ഷാജു, റാഫേൽ ടോണി, റാണി ആന്റോ, ജോൺസൺ ഐനിക്കൽ, ആന്റണി തട്ടിൽ, ജോയ് പാലിശ്ശേരി, റോയ്, സേവ്യർ, ബിബിൻ എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ പദ്ധതിയായ മധുരം ജീവിതത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നടന്ന ഫ്ലാഷ് മോബിൽ ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ പ്രദർശിപ്പിക്കുകയും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി നൽകി. കല്ലേറ്റുംകരയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ബിരുദദാന ചടങ്ങ് നടത്തി. ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ നിന്ന് കഴിഞ്ഞ അധ്യയന വർഷം വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന ചടങ്ങ് ഇറുഡിറ്റോ 2025 എന്ന പേരിലാണ് സംഘടിപ്പിച്ചത്. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബിയം റിസർച്ച് ഡയറക്ടർ ഡോക്ടർ സാബു തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സത്യഭാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസർ അനിമ നന്ദ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി, മാനേജർ ഡോക്ടർ സിസ്റ്റർ ട്രീസ ജോസഫ് എന്നിവർ സംസാരിച്ചു. ദാരുശില്പി ചേർപ്പ് കിഴക്കൂട്ട് പരേതനായ കുമാരന്റെ ഭാര്യ തങ്കമണി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 വടൂക്കര SNDP ശ്മശാനത്തിൽ. ബാബു, രാമചന്ദ്രൻ, രാജൻ, മുരളി ബാലകൃഷ്ണൻ, വാസന്തി, ജയന്തി, ശാന്തി, പരേതനായ ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളും. ഇന്ദു, സന്ധ്യ, ഷിജി, നിഷ, സൂര്യ, ഷിൻജു, രാജൻ, സുന്ദരൻ, പരേതനായ രാമകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. പാറളം പഞ്ചായത്ത് പരിധിയിലെ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി. എൻഫോഴ്സ്മെന്റ് ടീമും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 മരണം. പശ്ചിമബംഗാൾ സ്വദേശികളായ റൂബൽ, രാഹുൽ, അലിം എന്നിവരാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.